ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പ് ആമ്പിൻ്റെ ഡിഫറൻറ്റ് സർക്യൂട്ട്സിനെ പറ്റി. നമ്മൾ ഓപ്പ് ആമ്പിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓപ്പറേഷണൽ ആംപ്ലിഫയർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ അകത്ത് എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ കോൺഫിഗറേഷൻ, ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞു, ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കോൺഫിഗറേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ വർക്കിംഗ് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഓപ്പ് ആമ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സർക്യൂട്ട്സ്, പലതരം സർക്യൂട്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സമ്മിങ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഓപ്പ് ആമ്പ് സമ്മർ. ഓപ്പ് ആമ്പ് സമ്മർ എന്ന് പറയുന്നത് സമ്മിങ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓപ്പ് ആമ്പ് സർക്യൂട്ട് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ഓർ ഈക്വൽ ടു ദി algebraic sum of the two or more input signal applied at the input terminals അല്ലേ. അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽസിൻ്റെ സമ്മേഷനാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലേ. നമ്മൾ ഇൻപുട്ടിൽ 2-3 സിഗ്നൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 സിഗ്നലിനെ കൂടെ സമ്മ് ചെയ്തിട്ട് അതിൻ്റെ നെറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് പുറത്ത് വരുന്നത്. മൾട്ടിപ്ലൈഡ് ബൈ എന്താണ്, ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ സെറ്റപ്പ്. നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൽ സമ്മ് ചെയ്ത് ഔട്ട്പുട്ടിൽ തരും. ഈ പടം നോക്കിയേ, ഒരു ഓപ്പ് ആമ്പ് സമ്മിങ് ആംപ്ലിഫയറിൻ്റെ പടം നോക്കിയാൽ നമുക്ക് 3 ഇൻപുട്ട്സ് ഉണ്ട്. V1, V2, V3 എന്ന് പറഞ്ഞ 3 ഇൻപുട്ട്സ് ഗിവൺ ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, ഒരു ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആയിരിക്കും. ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ട്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ RF ആയിരിക്കും എന്ന് പറഞ്ഞു. 3 ഇൻപുട്ട് റെസിസ്റ്റൻസ് R1, R2, R3 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ നമുക്ക് ഔട്ട്പുട്ട് അറിയാം. Vout ഈക്വൽ എന്താണ്, -RF ഇൻറ്റു എന്താണ് V1/R1 + V2/R2 + V3/R3 ആയിരിക്കും. ഇതാണ് ജനറൽ ഒരു ഈ സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു ആക്ച്വൽ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ R1-ൻ്റെയും R2-ൻ്റെയും R3-യുടെയും വാല്യൂ അല്ലെങ്കിൽ RF-ൻ്റെ വാല്യൂ, ഈ 4 റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈക്വൽ ആയിട്ട് എടുത്താൽ മതി. അല്ലെ, 4ഉം ഈക്വൽ വാല്യൂ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -RF ഇൻറ്റു V1/RF + V2/RF + V3/RF എന്ന് കിട്ടി അല്ലേ. ഇഫ് R1, R2, R3 = RF ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ RF-ഉം RF-ഉം ക്യാൻസൽ ആയി പോയി നമുക്ക് Vout എന്താണ്, -of V1 + V1 + V2 + V3 എന്ന് കിട്ടും. അപ്പം Vout -of V1 + V2 + V3. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത വോൾട്ടേജിൻ്റെ എല്ലാം സമ്മാണ്. നമ്മൾ ഇൻപുട്ട് ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തത് കൊണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് അല്ലേ. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. -of V1 + V2 + V3 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു കോൺഫിഗറേഷനെ തന്നെ സമ്മിങ് ആംപ്ലിഫയർ നമുക്ക് സ്കെയിലിംഗ് ആംപ്ലിഫയർ എടുക്കാം, അല്ലെങ്കിൽ വെയ്റ്റഡ് ആംപ്ലിഫയർ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫാക്ടർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യുന്ന രീതിയിലുള്ള ആംപ്ലിഫയർ ആക്കാം. അത് നമ്മുടെ ജനറൽ ആംപ്ലിഫയർ തന്നെ അല്ല. എന്താണ്, Vout -RF ഇൻറ്റു ദറ്റ് ഈസ് 1/R1 + 1/R2 + 1/R3 ഇല്ലേ. 1/R1, 1/R2, 1/R3 ഇതാണ് സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എടുത്തേക്കുന്നത് അല്ലേ. ദറ്റ് ഈസ് -RF ഇൻറ്റു V1/R1 + V2/R2 + V3/R3. അപ്പോൾ ഈ ഓരോ വോൾട്ടേജിനെയും V1-നെ നമ്മൾ 1/R1 വെച്ച് സ്കെയിൽ ചെയ്തു, V2-നെ 1/R2 വെച്ച് സ്കെയിൽ ചെയ്തു, V3-യെ 1/R3. അതിനെ നെറ്റിനെ നമ്മൾ RF വെച്ച്, ദറ്റ് ഈസ് ഇന്നെഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സിഗ്നലിനെയും നമ്മൾ V1-നെയും V2-നെയും V3-യെയും -RF/R1 എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് സ്കെയിൽ ചെയ്തിട്ട് അതിനെ സം ചെയ്ത് ഔട്ട്പുട്ടിൽ തരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു സ്കെയിലിംഗ് ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് മൂന്നാമത്തെ, ഇതിനെ ഒരു ആവറേജിങ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ഇഫ് ദി ഗെയിൻ ഈസ് മെയ്ഡ് ഈക്വൽ ടു 1 / നമ്പർ ഓഫ് ഇൻപുട്സ് ദെൻ ഇറ്റ് ബിക്കംസ് എ ആവറേജിങ് ആംപ്ലിഫയർ. ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, സം ഓഫ് ഇൻപുട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപുട്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് Vout-ൻ്റെ ഇക്വേഷൻ അറിയാം. നമ്മുടെ സമ്മിങ് ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ Vout -RF ഇൻറ്റു V1/R1 + V2/R2 + V3/R3. അപ്പോൾ ഈ R1, R2, R3 ഒരേ വാല്യൂ റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ത് മാറും, ദാറ്റ് ഈസ് Vout -RF ഇൻറ്റു V1/R + V2/R + V3/R. അപ്പോൾ ഈ ആറിനെ പുറത്തെടുക്കാമല്ലോ. ദാറ്റ് ഈസ് Vout -RF/R ഇൻറ്റു V1 + V2 + V3 എന്നിട്ട് ഈ RF/R എന്നുള്ള വാല്യൂനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 / നമ്പർ ഓഫ് ഇൻപുട്സ് എന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ 3 ഇൻപുട്സ് ആണെങ്കിൽ RF/R = 1/3 എന്ന് വരുന്ന രീതിയിലുള്ള റെസിസ്റ്റേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തോ കിട്ടും, Vout V1 + V2 + V3/3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്, ആവറേജ് ആണ് അല്ലേ. അപ്പോൾ Vout V1 + V2 + V3/3 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൻ്റെ ആവറേജ് കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പം ഒരു സമ്മിങ് ആംപ്ലിഫയറിനെ നമുക്ക് നോർമൽ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സ്കെയിലിംഗ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ആവറേജിങ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. പ്രൊവൈഡഡ് എന്താണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ചൂസ് ചെയ്യുന്ന രീതി അനുസരിച്ച്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു
നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്, ഒരു നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ്. നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എവിടോട്ടാണ് കൊടുത്തത്, നേരത്തെ കണ്ട നമ്മൾ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആണ്. നമ്മൾ ഇൻപുട്ട് എവിടോട്ടാണ് കൊടുത്തത്, നമ്മുടെ ഇൻവേർട്ടിംഗ് ടെർമിനലോട്ടാണ് കൊടുത്തത്. ഒരു നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ ആണെങ്കിൽ എന്തുമായിരിക്കും വ്യത്യാസം? ഈ പടത്തിൽ കാണുന്ന പോലെ ജസ്റ്റ് എന്താണ്, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ എവിടെ കൊടുക്കും, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം അല്ല. ഫീഡ്ബാക്ക് പഴയ പോലെ തന്നെ നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തുമായിരിക്കും, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്തുമായിരിക്കും, നമുക്കറിയാം 1+RF/R1 ആണ് അല്ലേ. അപ്പോൾ വി ഔട്ട് ഈസ് ഈക്വൽ 1+RF/R1 × VA + VB + VC/3 എന്ന് കിട്ടും. ഈ വി ഔട്ട് ഈസ് ഈക്വൽ ടു 1+RF/R1 × VA + VB + VC/3 എന്ന്. ഈ 1+RF/R1 ഈ ഗെയിനിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻപുട്സ് എന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വി ഔട്ട്, നമ്മൾ ഇവിടെ 3 ഇൻപുട്സ് ആണെങ്കിൽ 1+RF/R1 നമ്മൾ 3 എന്ന രീതിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ RFൻ്റെ R1ൻ്റെ വാല്യൂ ഈസോ സെലക്ടഡ് സച്ച് ദാറ്റ് 1+RF/R1 ഈസ് ഈക്വൽ ടു 3 വരുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടും, വി ഔട്ട് ഈസ് ഈക്വൽ ടു VA + VB + VC എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻപുട്ട് സിഗ്നൽസ് അല്ലേ. അങ്ങനെ ചെയ്ത് നമുക്ക് എന്താണ്, ഒരു നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ കിട്ടും. യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആണ്. ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരു പ്രോബ്ലം ചെയ്യാമല്ലോ. Calculate the output voltage of an op-amp summing amplifier for the following sets of voltage and resistor. Use feedback resistance RF is equal to 1 mega ohm in all cases. V1 is equal to 1 volt, V2 is equal to 2 volt, V3 is equal to 3 volt, R1 is equal to 500 kilo ohm, R2 is equal to 1 mega ohm and R3 is equal to 1 mega ohm. വാല്യൂസ് പാരാമീറ്റേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചാൽ മാത്രം മതി അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് -RF × V1/R1 + V2/R2 + V3/R3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് കിട്ടും നമുക്ക്? ഫസ്റ്റ് കേസ് ആണെങ്കിൽ -7 വോൾട്ട് എന്ന് കിട്ടും. സെക്കൻഡ് കേസ് അതേപോലെ തന്നെ V1ൻ്റെയും V2ൻ്റെയും V3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, R1, R2, R3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് V out is equal to 3 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം നോക്കിയാൽ, റിയലൈസ് എ സർക്യൂട്ട് ടു ഒബ്റ്റെയിൻ വി ഔട്ട് ഈസ് ഈക്വൽ ടു -2V1 + 3V2 + 4V3 യൂസിങ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. യൂസ് മിനിമം വാല്യൂ റെസിസ്റ്റൻസ് ഓഫ് 10 കിലോ. അപ്പം ഒരു ഓപ്പാം വെച്ചുള്ള ഒരു സമ്മിങ് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? പാരാമീറ്റേഴ്സ് R1, R2, R3 കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ. R1, R2, R3 പിന്നെ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RFും കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് വി ഔട്ട് ഈസ് നമുക്ക് ഇക്വേഷൻ തന്നേക്കുന്നത് വി ഔട്ട് ഈസ് -2V1 + 3V2 + 4V3 തന്നിട്ടുണ്ട്. നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉണ്ട് വി ഔട്ട് ഈസ് -RF × V1/R1 + V2/R2 + V3/R3. RF നമ്മൾ ഔത്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ഔട്ട് ഈസ് -RF/R1 × V1 + RF/R2 × V2 + RF/R3 × V3 ആണ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ തന്നേക്കുന്ന ഇക്വേഷൻ കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? RF/R1 = 2 എന്നും RF/R2 = 3 എന്നും RF/R3 = 4 എന്നും കിട്ടും അല്ലേ. തന്ന് പിന്നെ ക്വസ്റ്റ്യൻ വേറൊരു കാര്യം തൊട്ട് ഏറ്റവും മിനിമം വാല്യൂ റെസിസ്റ്റൻസ് 10 കിലോ ഓം ആയിരിക്കണം. അപ്പോൾ അതിൽ കുറഞ്ഞ റെസിസ്റ്റൻസ് ചൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ലെറ്റ് R3 = 10 കിലോ ഓം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് RF കിട്ടും. RF എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ R2 കിട്ടും, R1 കിട്ടും. അപ്പോൾ RF, R2, R1 കിട്ടി. ഇക്വേഷൻ 3 വാല്യൂസും കിട്ടി. ജസ്റ്റ് ഇനി പടം വരയ്ക്കുക, വാല്യൂസ് നോട്ട് ചെയ്യുക, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സബ്ട്രാക്ടർ ഓർ ഡിഫറൻസ് ആംപ്ലിഫയർ. ഓക്കെ, ഓപ്പാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നൽസിനെ അതിന് ഡിഫറൻസ് എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്ത് തരുന്ന ആംപ്ലിഫയറാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ ആക്ച്വലി അപ്പോൾ അതെന്താണ്? ഒരു സബ്ട്രാക്ടർ തന്നെയാണ് അല്ലേ. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സിൻസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദി ഡിഫറൻസ് ഓഫ് 2 ഇൻപുട്ട് സിഗ്നൽസ് അപ്ലൈഡ് ടു ദി ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഓഫ് ഓപ്പാം, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്ട്രാക്ടർ സർക്യൂട്ട്. അപ്പോൾ പടം നോക്കിയ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ നമുക്ക് ഇൻപുട്ട് സിഗ്നൽസ് ഉണ്ട്, VAയും VBയും ഉണ്ട്. VA നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തു, VB നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തു. പിന്നെ നോൺ ഇൻവേർട്ടിംഗ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് നമ്മൾ R കൊടുത്തിട്ടുണ്ട്, ഏത് വഴി? ഇൻവേർട്ടിംഗ് ടെർമിനലോട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും? വി ഔട്ട് ഈസ് ഈക്വൽ ടു -RF/R × VA - VB ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സെയിം ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വി ഔട്ട് ഈസ് ഈക്വൽ ടു -R/R × V1 - V2 അല്ലെങ്കിൽ VA - VB ആയിരിക്കും. അപ്പം -R/R, R ക്യാൻസൽ ആയി പോയി നമുക്ക് വി ഔട്ട് ഈസ് ഈക്വൽ ടു -VA - VB എന്ന് കിട്ടി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വി ഔട്ട് ഈസ് ഈക്വൽ ടു VB - VA. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറൻസ് ആയിരിക്കും. അതാണ് ഒരു ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഡിഫറൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എന്താണ്? സബ്ട്രാക്ടർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയേ.
Design a difference amplifier using an op-amp to get the output voltage Vout is equal to 10 into V2 minus V1. Use minimum value resistance of 10 kilo. അപ്പോൾ നമുക്കൊരു ഡിഫറൻസ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തോ കിട്ടണം, 10 into V2 minus V1 ആയിരിക്കണമെന്ന് പറഞ്ഞു. മിനിമം വാല്യൂ റെസിസ്റ്റൻസ് 10 കിലോ ഓം ആയിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം വാല്യൂ ഇതിൽ ഏതെങ്കിലും റെസിസ്റ്റൻസ് 10 കിലോ ഓം ആയിരിക്കണമെന്നും പറഞ്ഞു. ഔട്ട്പുട്ട് എന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -10 into V2 minus V1 ആയിരിക്കും. നമുക്ക് Vout is equal to RF/R1 into V2 minus V1 ആണെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതിനെ രണ്ടിനെ കമ്പയർ ചെയ്ത് നമ്മൾ RF/R is equal നമുക്ക് എന്ത് കിട്ടും, 10 എന്ന് കിട്ടും. RF/R is equal to 10 എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ മിനിമം വാല്യൂ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് 10 ആയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ R is equal to 10 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, RF is equal to 100 കിലോ ഓം കിട്ടി. ഇക്വേഷൻ കിട്ടി, RF കിട്ടി 100 കിലോ ഓം, R is equal to 10 കിലോ ഓം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പടം വരയ്ക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ചെയ്താൽ മാത്രം മതി. ഓക്കെ. നെക്സ്റ്റ് ഓപ്പ്-ആമ്പ് ഇൻ്റഗ്രേറ്റർ. നമ്മൾ RC ഇൻ്റഗ്രേറ്റർ, RC ഡിഫറൻഷ്യേറ്റർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള. നെക്സ്റ്റ് ഓപ്പ്-ആമ്പ് വെച്ചുള്ള ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. ഓപ്പ്-ആമ്പ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട്. We know that an integrator is a circuit that performs a mathematical operation called integration. Integration എന്ന് പറഞ്ഞാൽ it is a process of continuous addition, and the most popular application of an integrator is to produce a റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഒരു റാമ്പ് ജനറേറ്റർ ആണ് നമ്മുടെ ഓപ്പ്-ആമ്പ് ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ദി റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ലീനിയർലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് വോൾട്ടേജ്. ദ സർക്യൂട്ട് അറേഞ്ച്മെന്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് നോക്കിയ ഓപ്പ്-ആമ്പ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പ്-ആമ്പ് ഉണ്ട്. അതിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ യൂഷ്വലി ഓപ്പ്-ആമ്പിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ എന്തുവായിരുന്നു ഉപയോഗിക്കുന്നത്, റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ഇവിടെ റെസിസ്റ്റൻസിന് പകരം നമ്മൾ ഇൻ്റഗ്രേറ്ററിൻ്റെ അകത്ത് കപ്പാസിറ്റർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ. ദി അറേഞ്ച്മെന്റ് കൺസിസ്റ്റ് ഓഫ് എ കപ്പാസിറ്റർ ഇൻ ദി ഫീഡ്ബാക്ക് സർക്യൂട്ട് റാദർ ദാൻ എ റെസിസ്റ്റർ RF. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീഡ്ബാക്കിൽ ഇരിക്കുന്ന കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെ. Vout is equal നമുക്കറിയാം എന്താണ്, 1/C ഇന്റഗ്രൽ I of t dt. Vout is equal 1/C ഇന്റഗ്രൽ I dt ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ I of t dt എന്ന് പറയും അല്ലേ. നമ്മൾ ഇൻപുട്ട് കൊടുത്തേക്കുന്ന ഇൻവേർട്ടിംഗ് ടെർമിനലാണ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, Vout is equal -1/C ഇന്റഗ്രൽ I of t dt. ഈ I of t എന്ന് പറഞ്ഞാൽ എന്താണ്, I of t എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടോട്ട് വരുന്ന കറണ്ട് ആണ് അല്ലേ. I is equal നമുക്കറിയാം V/R ആണ്. ദാറ്റ് ഈസ് I of t is equal നമുക്ക് ഇവിടെ എന്തോ പറയാം, V of t/R എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടുള്ള Vout is equal -1/C ഇന്റഗ്രൽ V of t/R into dt എന്ന് പറയാം. R ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്ക് R നെ പുറത്തെടുക്കാമല്ലോ. Vout is equal -1/RC ഇന്റഗ്രൽ V of t dt പ്ലസ് ആൻ ഇന്റഗ്രേഷണൽ കോൺസ്റ്റന്റ് A എന്ന് പറയാം അല്ലേ. ഈ 1/RC എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കെയിൽ ഫാക്ടർ എന്ന് പറയാം. ഓക്കെ. നമ്മുടെ ഔട്ട്പുട്ട് നോക്കിയേ, Vout is equal to സ്കെയിൽ ഫാക്ടർ ഇൻറ്റു ഇന്റഗ്രൽ V of t dt പ്ലസ് A. അപ്പം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് V of t ആണ് അല്ലേ. അതിൻ്റെ കൂടെ വേറെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിലും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് V of t എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് ദി ഇന്റഗ്രേഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും അല്ലേ. ഓക്കെ. പടം നോക്കിയേ, അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഫോം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കും. നമ്മുടെ യൂഷ്വലി നമ്മൾ വരയ്ക്കുന്ന വേവ് ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നതാണ് ട്രയാങ്കുലർ വേവ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ട്രയാങ്കുലർ വേവ് കിട്ടും. അപ്പോൾ ഒരു ഇൻപുട്ട് സിഗ്നൽ സ്ക്വയർ വേവ് കാണിക്കുക, ഔട്ട്പുട്ട് ഒരു ട്രയാങ്കുലർ വേവ് കാണിക്കുക. ഇത്രയും ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. ട്രയാങ്കുലർ വേവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാണിച്ചേക്കുന്നതാണ് ഇൻവേർട്ടിംഗ് ഇൻ്റഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും നമ്മൾ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസും കാണിച്ചിരിക്കണം അല്ലേ. ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവിലാണെങ്കിൽ ഔട്ട്പുട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ്, ദാറ്റ് ഈസ് നെഗറ്റീവ് സൈഡിലായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് സമ്മിങ് ഇൻ്റഗ്രേറ്റർ. അതായത് ഇൻ്റഗ്രേറ്ററിൻ്റെ ഒരു ഒരു നെക്സ്റ്റ് പതിപ്പ് എന്ന് പറയാം, ഒരു അപ്ഡേറ്റഡ് ഫോമാണ് അല്ലേ. ഒരു ഇൻ്റഗ്രേറ്ററും സമ്മറും കൂടെ ക്ലബ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റർ സമ്മിങ് ഇൻ്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന 3 സിഗ്നൽസ് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 3 4 നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന എത്ര സിഗ്നൽ ഉണ്ടോ അതിനെ സം ചെയ്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് സം ചെയ്ത് ഔട്ട്പുട്ടിൽ തരുന്നതാണ് ഒരു സമ്മിങ് ഇൻ്റഗ്രേറ്റർ. നമ്മൾ നോർമൽ ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽസ് മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ നോക്കിയ V1 V2 V3 മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ഉണ്ട്. ത്രൂ റെസിസ്റ്റേഴ്സ് R1 R2 R3 ആണ്. ഓക്കെ. നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്തായിരിക്കും, Vout is equal to -1/R1C into integral V1 of t plus 1/R2C into integral V2 of t plus 1/R3C into integral V3 of 3. ഓക്കെ. ഇതാണ് സമ്മിങ് ഇൻ്റഗ്രേറ്റർ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, എ സൈനുസോയിഡൽ സിഗ്നൽ വിത്ത് എ പീക്ക് വാല്യൂ ഓഫ് 6 millivolt and 2 kilohertz frequency is applied to the input of an ideal op-amp integrator with input resistance R in is equal to 100 kilo ohm
and feedback capacitance CF is equal to 1 microfarad. Find the output voltage. Vout is equal to നമുക്കറിയാം മൈനസ് 1/RC ഇൻറ്റഗ്രൽ V of t dt ആണ്. ആറിൻ്റെയും സിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. V of t എങ്ങനെയാണ്? V of t is equal നമുക്കറിയാം VM sin omega t. പീക്ക് വാല്യൂ തന്നിട്ടുണ്ടല്ലോ 6 മില്ലി വോൾട്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V of t കണ്ടുപിടിക്കുക, ഇക്വേഷൻ V of t എടുത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് V out കണ്ടുപിടിക്കും. V out of t is equal എന്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 4.7746 cos 4000 pi t minus 1 മൈക്രോ വോൾട്ട് എന്ന് കിട്ടും. സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഡ്രോ ദി സർക്യൂട്ട് ഓഫ് ആൻ ഇൻവെർട്ടിംഗ് ഇൻ്റഗ്രേറ്റർ യൂസിംഗ് ഐഡിയൽ op amp. കാൽക്കുലേറ്റ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ആഫ്റ്റർ 0.5 milliseconds and 5 milliseconds of the application of the step input voltage of 50 millivolt. Take R is equal to 50 ohm, C is equal to 0.1 microfarad and the supply voltage is equal to plus or minus 15. അപ്പോൾ നമുക്കൊരു ഇൻവേർട്ടിംഗ് ഇൻ്റഗ്രേറ്റർ സർക്യൂട്ട് ഉണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. 50 millivolt സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആറിൻ്റെ വാല്യൂ 50 ohm എന്നും സിയുടെ വാല്യൂ 0.1 microfarad എന്ന് തന്നിട്ടുണ്ട്. VCC എന്ന് പറഞ്ഞാൽ പ്ലസ് VCC പ്ലസ് 15 വോൾട്ട് മൈനസ് VCC മൈനസ് 15 വോൾട്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒരു സർക്യൂട്ടിൻ്റെ 0.5 മില്ലി സെക്കൻഡിന് ശേഷവും 5 മില്ലി സെക്കൻഡിന് ശേഷമുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്കറിയാം വി ഔട്ട് ഈസിക്കുള്ള മൈനസ് 1/RC ഉണ്ടെങ്കിൽ V of t dt ആണ്. ഇപ്പോൾ V of t അറിയാം, RNC തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് V out ഈസിക്കുള്ള എന്താ മൈനസ് 10,000 t എന്ന് കിട്ടി. മൈനസ് 10,000 t. ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ നോക്കി, t is equal to 0.5 മില്ലി സെക്കൻഡ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V out is equal to മൈനസ് 5 വോൾട്ട് എന്ന് കിട്ടി. സെക്കൻഡ് കേസ് t is equal to 5 മില്ലി സെക്കൻഡ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? V out is equal to മൈനസ് 50 വോൾട്ട് എന്ന് കിട്ടി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. V ഔട്ടിനകത്ത് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് മൈനസ് 50 വോൾട്ട് എന്ന് കിട്ടി. പക്ഷേ നമ്മുടെ ഓപ്പ് ആമ്പിൻ്റെ വോൾട്ടേജ് VCC എത്രയായിരുന്നു? 15 വോൾട്ടാണ്. പ്ലസ് 15 മൈനസ് 15 ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം പോയാൽ എവിടം വരെ വരും? പ്ലസ് V സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 15 വോൾട്ട്, മൈനസ് V സാച്ചുറേഷൻ മൈനസ് 15 വോൾട്ടേ വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് 50 വോൾട്ട് 50 വോൾട്ട് കിട്ടി. അത്രയും ഔട്ട്പുട്ട് ഒരിക്കലും ഈ പ്ലസ് ഓർ മൈനസ് 15 വോൾട്ട് VCC കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ മാക്സിമം പോയാൽ എവിടെ വരെ വരും? പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ പ്ലസ് 15 വോൾട്ട്, പ്ലസ് V സാച്ചുറേഷൻ എന്ന് വെച്ചാൽ പ്ലസ് 15 വോൾട്ട് വരെ, മൈനസ് V സാച്ചുറേഷൻ എന്ന് വെച്ചാൽ മൈനസ് 15 വോൾട്ട് വരെ വരത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ മൈനസ് 50 വോൾട്ട് വരത്തില്ല. പകരം ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി നെഗറ്റീവ് സാച്ചുറേഷൻ വോൾട്ടേജ്, ദാറ്റ് ഈസ് മൈനസ് 15 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇതാണ് ട്വിസ്റ്റ്. ഇതിൻ്റെ അകത്ത് നമ്മൾ തെറ്റിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഓപ്പ് ആംപ് ഡിഫറൻഷിയേറ്റർ. ഡിഫറൻഷിയേറ്റർ എന്താണ്? നമ്മുടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ടിൽ തരുന്ന സർക്യൂട്ടാണ് ഡിഫറൻഷിയേറ്റർ. എന്താണ് വ്യത്യാസം? ഇൻ്റഗ്രേറ്ററും ഡിഫറൻഷ്യലും തമ്മിൽ സർക്യൂട്ട് ഒരേപോലെ ഇരിക്കും. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും പൊസിഷൻ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇൻ്റഗ്രേറ്റർ ആയിരുന്നെങ്കിൽ കപ്പാസിറ്റർ ഫീഡ്ബാക്ക് സർക്യൂട്ട് വരുമ്പോൾ ഇവിടെ ഡിഫറൻഷിയേറ്ററിൽ റെസിസ്റ്റർ ആയിരിക്കും ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ വരുന്നത്. ഇൻ്റഗ്രേറ്ററിൽ റെസിസ്റ്റർ ഇൻപുട്ട് സർക്യൂട്ടിൽ വരും, ഇവിടെ കപ്പാസിറ്റർ ഇൻപുട്ട് സർക്യൂട്ടിൽ വരും. ഓക്കെ, സെയിം അതേപോലെ തന്നെ വോൾട്ടേജ്. അപ്പോൾ വി ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കും? അവിടുത്തെ കറണ്ടിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് I/R ചെയ്താൽ മതി അല്ലേ. I/R. നമുക്ക് I is equal നമുക്ക് അറിയാം എന്താണ്? I is the current flowing through the capacitor. I is equal to dQ/dt ആണ്. Q is equal നമുക്ക് CV ആണ് അല്ലേ. therefore I is equal to d/dt of CVC. VC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ വോൾട്ടേജ്. therefore V out is equal to മൈനസ് I into R ആണ് അല്ലേ. മൈനസ് ഓഫ് C into dVC/dt into R. C ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, നമുക്ക് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് RC into dVC/dt. ഈ RC എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ കോൺസ്റ്റന്റ് അല്ലേ. സോ കോൺസ്റ്റന്റ് അല്ല, സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്. RCC സ്കെയിൽ ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ മൈനസ് RC into d/dt ഓഫ് VC എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ VCയുടെ ഡിഫറൻഷ്യൽ ആയിരിക്കും അല്ലെ. ഡിഫറൻഷിയേറ്റ് ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡിഫറൻഷിയേറ്റഡ് വാല്യൂ ആയിരിക്കും. ഗ്രാഫ് വരച്ചേക്കുക. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ വേവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സ്പൈക്ക് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഏത് ടൈപ്പ് കോൺഫിഗറേഷൻ ആണോ വരച്ചേക്കുന്നത്, നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വരച്ച് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയത്. ഇൻപുട്ട് ടു ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ. നേരത്തെ നമ്മുടെ ഓപ്പ് ആംപ് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ടിൻ്റെ സെയിം സർക്യൂട്ട് തന്നെയാണ്. ആൻഡ് എ sinusoidal voltage of peak value 10 microvolt and frequency 2 kilohertz is supplied. Determine the output voltage if resistance R is equal to 50 kilo ohm, C is equal to 2 microfarad.
അല്ലേ? അപ്പോൾ നമ്മളൊരു ഓപ്പാം ഡിഫറൻഷ്യേറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്തേക്കുന്നതിൻ്റെ സൈനുസോയിഡൽ വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ 10 മൈക്രോ വോൾട്ട് ആണ്, ഫ്രീക്വൻസി 2 കിലോ ഹെർട്സ് ആണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. വി ഔട്ട് ഈസ് മൈനസ് ആർ സി ഡി വി സി ബൈ ഡി ടി ആണ്. വി സി സി കൊണ്ടത് വി എം സൈൻ ഒമേഗ ടി ആണ്. സോ ആലീസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും? 12.56 കോസ് 4000 പൈ ടി മില്ലി വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഓപ്പാം കമ്പാരേറ്റർ. കമ്പാരേറ്റർ ആ പേരിൽ തന്നെ ഉണ്ട്, സംതിങ് കമ്പയർ ആണ് ചെയ്യുന്നത് അല്ലേ? ഏതെങ്കിലും വാല്യൂസിനെ മറ്റൊരു വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ കമ്പാരേറ്റർ എന്ന് വെച്ചാൽ ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂ ആയിട്ട് കമ്പയർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫറൻസ് വാല്യൂ ആയിരിക്കും. ആ റെഫറൻസ് വാല്യൂ ആയിട്ട് മറ്റേ വാല്യൂ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പാരേറ്റർ എന്ന് പറയുന്നത്. ദസ് ഓപ്പാം കമ്പാരേറ്റർ ഈസ് എ സർക്യൂട്ട് വിത്ത് 2 ഇൻപുട്സ് ആൻഡ് 1 ഔട്ട്പുട്ട് ആൻഡ് ദി 2 inputs are compared with each other and one of them is taken as the reference input. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പാം കമ്പാരേറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ഇൻപുട്ട് ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ഉണ്ടാകത്തുള്ളൂ. ഈ 2 ഇൻപുട്ടിൽ ഒരെണ്ണം നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആയിരിക്കും. മറ്റേ വോൾട്ടേജിനെ ഈ റെഫറൻസ് വോൾട്ടേജായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പാരേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയേ, ക്വസ്റ്റ്യന് പറഞ്ഞ ഫിഗർ നോക്കിയേ, നമുക്കൊരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ റെഫറൻസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഡയോഡ്സ് D1 ആൻഡ് D2 ആണ് അല്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വെൻ ദി ഇൻപുട്ട് വോൾട്ടേജ് ദറ്റ് ഈസ് വി ഇൻ ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദി വി റെഫറൻസ്. വി ഇന് വി റെഫറൻസിനെ കാട്ടി കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അതുകൊണ്ടായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് വി സാച്ചുറേഷൻ പോകും. വെൻ വി ഇൻ ബിക്കംസ് ലെസ് ദാൻ വി റെഫറൻസ് എന്ത് സംഭവിക്കും? നമ്മുടെ ഔട്ട്പുട്ട് നെഗറ്റീവ് വി സാച്ചുറേഷനിലോട്ട് പോകും. അപ്പോൾ ഒരു കമ്പാരേറ്റർ ആണ് സംഭവം. നമ്മുടെ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഏത് ലെവലിൽ നിൽക്കുന്നു. നമ്മുടെ വി ഔട്ട് പോസിറ്റീവ് വി സാച്ചുറേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വി ഇൻ എന്ന് പറഞ്ഞാൽ വി റെഫറൻസിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. എപ്പോൾ? നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്റർ ആണെങ്കിൽ. ഇനി ഇൻപുട്ട് സിഗ്നൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ മൈനസ് വി സാച്ചുറേഷൻ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇൻപുട്ട് സിഗ്നൽ വി റെഫറൻസിനെക്കാട്ടിൽ കുറവിലായിരിക്കും. അപ്പോൾ ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പാരേറ്ററിൻ്റെ അതിൻ്റെ വേവ് ഫോം നോക്കിയേ, നമുക്കൊരു സൈനസോയിഡിൽ ഇൻപുട്ട് ഉണ്ട്, നമ്മുടെ ഒരു വി റെഫറൻസ് വെച്ചിട്ടുണ്ട്. വി റെഫറൻസിനെക്കാട്ടിൽ കൂടുതലാണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാച്ചിലും, വി റെഫറൻസിനെക്കാട്ടിൽ കുറവാണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാച്ചുറേഷനിലും ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. പേരിൽ തന്നെ ഉണ്ട് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. നമ്മുടെ സിഗ്നൽ സീറോ വാല്യൂവിനെ എപ്പോൾ ക്രോസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സർക്യൂട്ട് അസംബ്ലിയാണ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ കമ്പാരേറ്റർ പറഞ്ഞു, എന്താണ്? ഒരു നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ വേറെ റെഫറൻസ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ആ റെഫറൻസ് വാല്യൂക്കാട്ടി കൂടുതലാണോ കുറവാണോ അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് വി സാച്ചുറേഷനിലും നെഗറ്റീവ് വി സാച്ചുറേഷനിലോട്ടും പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ റെഫറൻസ് വോൾട്ടേജ് സീറോ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്തു? നമ്മുടെ കമ്പാരേറ്റർ സർക്യൂട്ട് എന്തോ ആയിട്ട് മാറി? സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആയിട്ട് മാറി അല്ലേ? റെഫറൻസ് വോൾട്ടേജ് സീറോ ആണ്. അപ്പോൾ സീറോയ്ക്ക് മേളിലോട്ട് പോയാൽ ഔട്ട്പുട്ട് എന്താവണം? സീറോയ്ക്ക് താഴോട്ട് പോയാൽ ഔട്ട്പുട്ട് എന്താവണം അല്ല? അപ്പോൾ പോസിറ്റീവ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ അല്ലെങ്കിൽ പോസിറ്റീവ് ടെർമിനലിനാണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തേക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻപുട്ട് സീറോയെക്കാട്ടിൽ കൂടുതലാകുമ്പോൾ ഔട്ട്പുട്ട് പോസിറ്റീവ് വി സാച്ചുറേഷൻ പോകും. ഇൻപുട്ട് സീറോക്കാട്ടിൽ താഴെയായിട്ട് പോകണമെങ്കിൽ എന്തുവാണ്? നെഗറ്റീവ് വി സാച്ചുറേഷൻ പോകും. നമ്മുടെ പടം നോക്കിയാൽ പടത്തിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. അപ്പോൾ അത് കാരണമായിട്ട് നമ്മൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ സീറോയെക്കാട്ടിൽ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് മൈനസ് വി സാച്ചുറേഷനിലോട്ടും, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ സീറോയെക്കാട്ടിൽ താഴോട്ട് പോകുകയാണെങ്കിൽ ഔട്ട്പുട്ട് പോസിറ്റീവ് വി സാച്ചുറേഷൻ. ഇതൊരു നെഗറ്റീവ് ആണ് കൊടുത്തേക്കുന്നത്. കാരണം ഇൻപുട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ടാണ്. അതുകൊണ്ടാണ് ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്മിത്ത് ട്രിഗർ ഓർ റീജനറേറ്റീവ് കമ്പാരേറ്റർ. സ്മിത്ത് ട്രിഗർ ഓർ റീജനറേറ്റീവ് കമ്പാരേറ്റർ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എന്താണ്? ഫാസ്റ്റ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ ആണ് അല്ല? ഇതിൻ്റെ അകത്ത് എന്തോ സംഭവിക്കുന്നത്? വെൻ ഇൻപുട്ട് വോൾട്ടേജ് അറൈവ്സ് അറ്റ് ദി അപ്പർ ഓർ ലോവർ ട്രിഗർ ലെവൽസ് എന്ത് സംഭവിക്കുന്നത്? ഔട്ട്പുട്ട് ചേഞ്ചസ് റാപ്പിഡ്ലി. ദിസ് സർക്യൂട്ട് ഓപ്പറേറ്റ്സ് വിത്ത് ഓൾമോസ്റ്റ് ഓൾ ടൈപ്പ് ഓഫ് ഇൻപുട്ട് വേവ് ഫോം ആൻഡ് ഇറ്റ് ഗീവ്സ് എ പൾസ് ടൈപ്പ് ഔട്ട്പുട്ട്. ഒരു സ്മിത്ത് ട്രിഗറിൻ്റെ പടം നോക്കിയാൽ ജസ്റ്റ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എടുത്ത് നമ്മൾ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുത്തേക്കുന്നു, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് വി ഇൻ the input voltage Vin is applied to the inverting input terminal and the feedback voltage goes to the non-inverting terminal. അത് കാരണം എന്താ? നമുക്ക് ഫീഡ്ബാക്ക് എവിടെ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും അല്ലേ? പോസിറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആയിരിക്കും. യൂഷ്വലി നമ്മുടെ ഓപ്പാമ്പ് എല്ലാം നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സ്മിത്ത് ട്രിഗറിൻ്റെ അകത്ത് പോസിറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വെൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി പോസിറ്റീവ്. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ എവിടെ കൊടുത്തത്? ഇൻവേർട്ടിംഗ് ടെർമിനലാണ് കൊടുത്തത്.
അപ്പോൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. അത് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. വി ഔട്ട് വിൽ ബി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അത് കാരണം ദിസ് വിൽ പ്രൊഡ്യൂസ് എ നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്? ഫീഡ്ബാക്ക് ചെയ്ത് വീണ്ടും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം വീണ്ടും നമ്മുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഒന്നുകൂടെ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ ഔട്ട്പുട്ട് നെഗറ്റീവായി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നെഗറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് ട്രിപ്പായിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകും. അടുത്ത സെക്ഷനിലോട്ട് പോകാന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? സ്ലൈറ്റ്ലി നെഗറ്റീവ് ആവും. ഇൻപുട്ട് വോൾട്ടേജ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് പോസിറ്റീവ് ആവും. ഇപ്പോൾ വീണ്ടും ആ പോസിറ്റീവിൻ്റെ ഒരു പോർഷൻ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് കൊടുക്കുന്നു. അത് കാരണം വീണ്ടും ഔട്ട്പുട്ട് പോസിറ്റീവ് ആവുന്നു. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജ് നെഗറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജ് ആകുമ്പോൾ ഈ സാധനത്തിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? പ്ലസ് വി സാറ്റിലോട്ടും മൈനസ് വി സാറ്റിലോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ ട്രിപ്പിംഗ് വോൾട്ടേജ് പോസിറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജ് നെഗറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? നെഗറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ പോസിറ്റീവ് ട്രിപ്പിംഗ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു VUT അല്ലെങ്കിൽ VLT. VUT എന്ന് പറഞ്ഞാൽ എന്താ? അപ്പർ ട്രിപ്പിംഗ് വോൾട്ടേജ്. VLT എന്ന് വെച്ചാൽ ലോവർ ട്രിപ്പിംഗ് വോൾട്ടേജ്. VUT ഈസ് ഈക്വൽ എന്താണ്? B ഇൻറ്റു V സാച്ചുറേഷൻ ആണ്. VLT എന്ന് പറഞ്ഞാൽ മൈനസ് B ഇൻറ്റു V സാച്ചുറേഷൻ. B എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ്ബാക്ക് ഗെയിൻ. V ഈസ് ഈക്വൽ ടു മൈനസ് R1/R1 പ്ലസ് R2 ആണ്. VUT ഈസ് ഈക്വൽ ടു R1/R1 പ്ലസ് R2 ഇൻറ്റു V സാച്ചുറേഷനും VLT ഈസ് ഈക്വൽ ടു മൈനസ് R1/R1 പ്ലസ് R2 ഇൻറ്റു V സാച്ചുറേഷനും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. നോക്കിയേ, design a Smith trigger with VUT is equal to 5 volt and VLT is equal to minus 5 volt. What is the hysteresis voltage? ഒരു സ്മിത്ത് ട്രിഗർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം VUTയും VLT എന്നുണ്ട്. VUTയുടെയും VLTയുടെ ഇക്വേഷൻ എന്താണ്? VUT is equal to R1/R1 plus R2 into V സാച്ചുറേഷനും VLT is equal to minus R1/R1 plus R2 into V സാച്ചുറേഷനാണ് അല്ല. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1/R1 plus R2 into V സാച്ചുറേഷൻ is equal to 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ V സാച്ചുറേഷൻ നമുക്ക് തന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചും ജസ്റ്റ് V സാച്ചുറേഷൻ ഈക്വൽ 10 വോൾട്ട് ആയിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് വരും? 10 into R1/R1 plus R2 is equal to 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഒരു സ്മിത്ത് ട്രിഗർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? 10 into R1/R1 plus R2 is equal to 5 വോൾട്ട് എന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് അസ്യൂം ചെയ്യുക. R1 R2 ഏതെങ്കിലും ഒരെണ്ണം അസ്യൂം ചെയ്തിട്ട് R2 കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ R1 അസ്യൂം ചെയ്തിട്ട് R2 കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ R2 അസ്യൂം ചെയ്തിട്ട് R1 കണ്ടുപിടിക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹിസ്റ്ററിസിസ് വോൾട്ടേജ്? ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ട്രിപ്പിംഗ് ആൻഡ് ലോവർ ട്രിപ്പിംഗ് വോൾട്ടേജിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്ററിസിസ് വോൾട്ടേജ്. ദറ്റ് ഈസ് VUT മൈനസ് VLT ആണ് ഹിസ്റ്ററിസിസ് വോൾട്ടേജ്. V hysteresis is equal to VUT minus VLT, that is 5 minus minus 5, that is equal to 10 volt എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ്. റെക്ടിഫയർ നമുക്കറിയാം എന്താണ്? AC DC ആക്കുന്ന ഡിവൈസ് ആണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡയോഡ് ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഈ പ്രിസിഷൻ റെക്ടിഫയർ? അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞ വാക്കിനാണ് പ്രത്യേകത. എന്താണ് പ്രിസിഷൻ? പ്രിസൈസ് ആക്കണം. യൂഷ്വലി നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന റെക്ടിഫയറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മേജർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡയോഡാണ്. യൂഷ്വലി സിലിക്കൺ ഡയോഡ് അല്ലെങ്കിൽ ജർമ്മേനിയൻ ഡയോഡ്. ഈ ഡയോഡിന് കട്ടിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് അല്ലേ? കട്ടിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിനിമം വോൾട്ടേജ് റിക്വയർഡ് ഫോർ ദി ഡയോഡ് ടു ഗെറ്റ് ഫോർവേഡ് ബയസ്ഡ് ആണ്. സിലിക്കൺ ഡയോഡ് ആണെങ്കിൽ 0.7 വോൾട്ടും ജർമ്മേനിയൻ ആണെങ്കിൽ 0.3 വോൾട്ടും ആണ് കട്ടിൻ വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് എത്തിയാൽ മാത്രമേ എന്താണ് ഡയോഡ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആയാൽ മാത്രമേ അത് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ നോർമൽ റെക്ടിഫയർ ആണെങ്കിൽ ഹാഫ് വേ റെക്ടിഫയർ നമ്മൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എവിടെ കിട്ടും? റെസിസ്റ്റൻസ് അക്രോസ് കിട്ടും. നെഗറ്റീവ് അവസ്ഥകളിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആകുമ്പോൾ കണ്ടക്ട് ചെയ്യത്തില്ല, നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഹാഫ് സൈക്കിൾ മാത്രം നമ്മൾ റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നത് അല്ലേ? അപ്പം ചെറിയ വോൾട്ടേജ് ലെവലുള്ള സിഗ്നൽസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് 0.3 വോൾട്ടേജിനെക്കാട്ടിൽ കുറഞ്ഞ വോൾട്ടേജ് ലെവലുള്ള സിഗ്നൽസിന് അപ്പോൾ ഡയോഡ് വെച്ച് നമുക്ക് ഡയറക്റ്റ്ലി ഒരിക്കൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഡയോഡിൻ്റെ കട്ടിന് വോൾട്ടേജ് എത്തുന്നില്ല. അവിടെയാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നത്? പ്രിസിഷൻ റെക്ടിഫയർ വരുന്നത്. പ്രിസിഷൻ റെക്ടിഫയർ എന്താണ്? നോർമൽ റെക്ടിഫയറിൻ്റെ മുൻപിൽ നമ്മളൊരു ആംപ്ലിഫയറും കൂടെ കണക്ട് ചെയ്താൽ എന്തോ ആയിട്ട് മാറി? അത് പ്രിസിഷൻ റെക്ടിഫയർ ആയി. സിൻസ് small AC signals are not able to drive a diode directly due to cut-in voltage of the diode, an op-amp is introduced prior to the diode and thus becomes a precision rectifier. The circuit is essentially a non-inverting voltage follower, and when the diode is forward biased, Vin is positive and the output of the amplifier is positive, and the diode is forward biased and the low resistance path is established between Vout dash and V dash as necessary for high voltage, നെസറി ഫോർ എ വോൾട്ടേജ് ഫോർവേഡ് അല്ലേ? അപ്പോൾ നമ്മൾ
ഇൻപുട്ട് സിഗ്നൽ നമ്മൾ സിഗ്നൽ കൊടുത്തു, ഫോർവേഡ് ബയസ് ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് വി ഔട്ടിനെ കുറിച്ച് വരും. പിന്നെ നെഗറ്റീവ് അവസ്ഥകൾ എന്ത് സംഭവിക്കും, നെഗറ്റീവ് അവസ്ഥകൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും, കണ്ടക്ട് ചെയ്യത്തില്ല, നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുമില്ല അല്ലേ. അപ്പോൾ ഇതാണൊരു പ്രിസിഷൻ റെക്ടിഫയറിൻ്റെ സർക്യൂട്ടും അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. വേവ് ഫോം നോക്കിയേ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അവസ്ഥകളുണ്ടാവും. ആ വാല്യൂവിൻ്റെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് സിഗ്നലിൻ്റെ മാക്സിമം പീക്ക് വാല്യൂ നോക്കിയാൽ 100 മില്ലി വോൾട്ട് ആണ്. സിലിക്കൺ ഡയോഡ് ആണെങ്കിലും ജെർമേനിയം ഡയോഡിനും കണ്ടക്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 0.3 അല്ലെങ്കിൽ 0.7 വോൾട്ട്. അപ്പോൾ അതിനൊക്കെ താഴെ ഒരു വോൾട്ടേജ് ഉള്ള സിഗ്നൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റെക്ടിഫയറിന് മുമ്പിൽ നമ്മളൊരു ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ ഈ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യിച്ച് നമുക്ക് ഔട്ട്പുട്ടിൽ കൊണ്ടുവരും അല്ലേ. പോസിറ്റീവ് അവസ്ഥകളുടെ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും, കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് അവസ്ഥകളുടെ ഡയോഡ് കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അത്തരം പോർഷനിൽ ഔട്ട്പുട്ട് ഇല്ല. ഓക്കെ, ഇതാണ് പ്രിസിഷൻ റെക്ടിഫയർ.